ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ പണികളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇന്ന് പുട്ടും കടല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം കടല വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെപ്പം തന്നെ അമ്മ അത് വേഗം തന്നെ കഴുകി ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും പിന്നെ അരിഞ്ഞ സവാള ഇട്ടിട്ട് അത് അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ട ഉപ്പും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നാളികേരം പുട്ടുണ്ടാക്കാനായിട്ട് നാളികേരം വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മോനാണ് കേട്ടോ അത്. അപ്പൻ നാളികേരം പൊടിച്ച് വെട്ടി രണ്ട് കഷ്ണമാക്കിയിട്ട് തന്നു കേട്ടോ. അപ്പോൾ അപ്പൻ്റെ നിന്ന് വാങ്ങിയിട്ട് വേഗം ഓടിയത് കൊണ്ടു തന്നു കേട്ടോ. ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് അത് കൊണ്ട് തന്നത് കേട്ടോ. അപ്പോഴേക്കും മീൻ വന്നു കേട്ടോ. ഇത് കൂടെ എല്ലാ ദിവസവും രാവിലെ തന്നെ 7:45 മീൻ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല, പിന്നെ വരും വല്ലപ്പോഴൊക്കെ 10 മണിക്ക് വേറൊരു ചേട്ടനും കൂടി വരും കേട്ടോ. പക്ഷെ അത് എല്ലാ ദിവസവും വരില്ല, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഈ ചേട്ടനാണെങ്കിൽ 7:45 എല്ലാ ദിവസവും വരും കേട്ടോ. അപ്പോൾ വന്നപ്പോൾ മീൻ വാങ്ങിയിട്ടാ കറി വെക്കാനായിട്ട്. സാധാരണ ഇവിടെ വലിയ സൈസ് മീനൊന്നും അങ്ങനെ വാങ്ങാറില്ല. ചെറിയ ചെറിയ ചാള, അതുപോലെ കൊഴുവ, കിളിമീൻ, അങ്ങനത്തെ മീനുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മീനുകളൊക്കെയാണ് സാധാരണ ഇവിടെ വാങ്ങാറ്. എപ്പോഴും വാങ്ങാറ് അങ്ങനത്തെ മീനൊക്കെ തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെയാണ് വലിയ മീൻ ആകെ 2 പ്രാവശ്യം കണ്ട വാങ്ങിയിട്ടുള്ളൂ വലിയ സൈസ് മീൻ. പിന്നെ അങ്ങനെ വലിയ സൈസ് മീൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ വലിയ സൈസ് മീനൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. എല്ലാവർക്കും കുഞ്ഞ് ഈ ചാള, കൊഴുവ അങ്ങനത്തെ മീനുകളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ആ ചേട്ടൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഈ മീനും പിന്നെ വേറെ ഏതോ ഒരു മീനും കൂടിയാണ് ഉണ്ടായിരുന്നത്. മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി. ഇത് അങ്ങനെ വാങ്ങാറൊന്നുമില്ല. അങ്ങനെ മീനൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും കടല അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കടല വാങ്ങി വെച്ചിട്ട് അടുപ്പുമഴയ്ക്ക് തന്നെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി സവോളയാണ് എടുത്തത്. ഉള്ളിയല്ല, സാധാരണ ഉള്ളിയാണ് എടുക്കാറ്. ഇന്നിപ്പോൾ സവോള എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവോള എടുത്ത് സവോള ചെറുതായി അരിഞ്ഞ് ഒരു സവോളയാണ് എടുത്തുള്ളൂ. അത് അരിഞ്ഞ് അത് ചീഞ്ചട്ടിയിലിട്ട് വഴറ്റി ഉപ്പിട്ട് കിട്ടാം, വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വഴറ്റി മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചേക്കണ കടല ഇട്ട് കൊടുത്തു കേട്ടോ, ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവിടെ പുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ട് പാത്രത്തിലേക്ക് മാറ്റി. കടല വറുത്തിട്ടപ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലിട്ടൊന്ന് മൂപ്പിക്കാനായിട്ട്. പക്ഷെ ഞാനത് കണ്ടില്ല. അത് ഈ ചതക്കണ കല്ലിൽ തന്നെയാണ്, ഇടിക്കല്ലില്ലേ, അതിൽ തന്നെയാണ് വച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് കണ്ടില്ല. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. എന്നിട്ട് അമ്മ തന്നെ വന്നിട്ട് അത് ആ കറിയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തുട്ടാ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്കവും മിറ്റവും ഒക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. കരട് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകവും മിറ്റമൊക്കെ അങ്ങനെ അടിച്ചു വാരി അത് കഴിഞ്ഞ് വന്നിട്ട് മീൻ നന്നാക്കിയിട്ടാണ്. അപ്പോൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് അതിൽ കിടക്കണത് കേട്ടോ. ആ മീൻ വേസ്റ്റ് കളയണ വെള്ളത്തിൽ കിടക്കണത് മീനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ മീനിനൊരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, ആ മീനിൻ്റെ വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ കാണിച്ചു തരുന്നത്. എന്തിൻ്റെ സംഭവം എന്ന് അറിയില്ല, ഇങ്ങനത്തെ മീൻ വാങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ സാധനം കണ്ടത് കേട്ടോ മീനിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തിട്ടാന്ന് അറിയില്ല. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നതാ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി ഇതേ മീനിനെ അങ്ങനെ വെളുപ്പിച്ച് വെട്ടിത്തിളങ്ങില്ലേ, കണ്ണാടി പോലെ തിളങ്ങാമെന്ന് പറയില്ലേ, അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചകൾ മീനിൻ്റെ മണം കേട്ടിട്ട് ഒരു കൂട്ടം പൂച്ചകൾ അവിടെ വന്ന് നിറഞ്ഞു കേട്ടോ. എന്നിട്ട് മീനിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് നിന്ന് തിന്നണതാണ് പൂച്ചകൾ കേട്ടോ. അപ്പോൾ അമ്മ അത് കറി വയ്ക്കാനും വറുക്കാനായിട്ട് നന്നാക്കി എടുക്കണതാണ്. ഇവിടെ എപ്പോൾ മീൻ വാങ്ങിയാലും അതിൽ നിന്ന് ഒരു 5 എണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 എണ്ണമെങ്കിലും എടുത്ത് വറുക്കും കേട്ടോ. വറുത്തത് കൂട്ടി കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ഈ വച്ചത് കഴിക്കും, പക്ഷെ വച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടം വറുത്തത് കൂട്ടി കഴിക്കാനാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് എനിക്ക് വച്ച മീനിനേക്കാളും വറുത്ത മീനിനോടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വറുക്കാനുള്ള മീനിലേക്ക് വേറെ ഒന്നും ചേർത്തില്ല. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അത് ചേർത്തിട്ട് തിരുമ്പി വെച്ചിട്ട് കുറച്ച് നേരം വച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വച്ച് കഴിഞ്ഞിട്ട് അത് തീ കത്തിച്ച് ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് വറുത്ത് കോരി എടുത്തു കേട്ടോ. പിന്നെ വയ്ക്കാനുള്ളതിലേക്ക് വേറെ ഒന്നും തിരുമ്പി വെച്ചില്ല. ഉപ്പും വെളിച്ചെണ്ണയും മാത്രമേ തിരുമ്പി വെച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും അതിൽ വെച്ചില്ല.
പിന്നെ അപ്പം തന്നെ മീൻചട്ടി കയറ്റി വെച്ചിട്ട് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. പിന്നെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് തീ ഒന്ന് കത്തിപ്പിടിച്ച് വന്നേക്കണേ. പിന്നെ കെട്ട് കഴിഞ്ഞാൽ അത് കത്തിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കാരണം ഇപ്പം തന്നെ കൈയോടെ വച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻചട്ടി കയറ്റി വെച്ചു. ചട്ടി കയറ്റി വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി. ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം. എന്നാലാണ് മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഒന്നാം പാല്, രണ്ടാം പാല് അങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ. ആകെ ഒന്നാം പാല് മാത്രം എടുത്തുള്ളൂ. ഈ പുട്ടുണ്ടാക്കാനായിട്ട് ചിരകി വെച്ച നാളികേരത്തിൽ കുറച്ച് നാളികേരം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അരയ്ക്കാനായിട്ട് ഇവിടെ മിക്സി കേടായതുകൊണ്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അരയ്ക്കാണ്ട് വെറുതെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു നാളികേരം കുറച്ച് പുട്ടിന് വെച്ചതിൽ ബാക്കിയുണ്ടല്ലോ, ചിരകി വെച്ചതിൽ. അപ്പോൾ അതിൻ്റെ പാല് പിഴിഞ്ഞിട്ട് ഇതിലൊഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആ നാളികേരം വെറുതെ വേസ്റ്റായി പോയില്ലേ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടാണ്. ഒന്ന് ഉടഞ്ഞ് കിട്ടണ പരിവ്. അധികം വേവിച്ചില്ല, കാരണം മീൻ കറിയല്ലേ, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ കിടന്ന് വേവുമല്ലോ തക്കാളി. അത് കാരണം ഒന്ന് ചെറുതായി ഒന്ന് വഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വഴഞ്ഞ് പാകത്തിനായി വന്നു കേട്ടോ. അതെ, ഈ പരുവായി വന്നപ്പോൾ ഇതിൽ കൂടുതൽ ആക്കിയില്ല കേട്ടോ. ഈ പരുവായി വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കണ പുളി ഒഴിച്ചു കേട്ടോ. പുളി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. കാരണം ഒന്നാം പാലൊന്നും നമ്മൾ ഒഴിക്കണില്ല. അപ്പോൾ അത് കാരണം വെള്ളമൊഴിച്ച് അതിലേക്ക് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് അവിടെ തിളച്ച് വേവണ നേരം കൊണ്ട് ഇവിടെ വന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചു വാരി. രാവിലെ അടിച്ചു വാരി ഇട്ടതാണ്, എന്നാലും ഈ നേരം ഇപ്പോൾ കരടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അതൊന്ന് അടിച്ചു വാരി ഇട്ട് വന്നപ്പോഴേക്കും മീൻ കറിയൊക്കെ ഒന്ന് ചാറൊക്കെ തിളച്ച് കുറുതായി മീനൊക്കെ വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കണ പാലുണ്ടല്ലോ, നാളികേരപ്പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ കേട്ടോ. അപ്പോൾ ആ നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നന്നായി ഇളക്കി എടുത്തിട്ടാ. നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും മീൻ കഷ്ണം. അങ്ങനെ നാളികേരപ്പാൽ ഒഴിച്ച് അതൊന്ന് തള വന്നപ്പോഴേക്കും അത് വാങ്ങി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വിശ്രമിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അകമൊക്കെ ഒന്ന് തുടച്ചുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.